എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 4ന്റെ മലയാളം ഭാഗമാണ്. പാർട്ട് 2-ലെ മലയാളം 30 ക്വസ്റ്റ്യൻ ആണ് ജിഷാന ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം തന്നെ ശരിയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ക്ലാസ് നയിക്കാനായി ജിഷാന ടീച്ചറിനെ ക്ഷണിക്കുന്നു. തുടങ്ങാം. ഓക്കെ മാഷേ, താങ്ക് യു. അപ്പൊ നമ്മള് കാറ്റഗറി 4ന്റെ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി 4-ലെ പാർട്ട് 2 മലയാളത്തിന്റെ കേട്ടോ. അപ്പോൾ കാറ്റഗറി 4 എഴുതിയ ആളുകൾക്ക് അറിയാം മലയാളം അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാൽ 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുഴക്കിയിട്ടുണ്ട് അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് എന്താണ്, കവിതയിൽ നിന്നുള്ള രണ്ട് കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വരിയൊക്കെ തന്നിട്ട് അത് ഏത് കവിതയിൽ നിന്നാണെന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, ചിലർക്കെങ്കിലും എനിക്ക് തോന്നുന്നു നല്ലൊരു വിഭാഗം ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഓക്കെ, എന്നിരുന്നാൽ പോലും ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ, അല്ലെങ്കിൽ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കത് ഫസ്റ്റ് തൊട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വെള്ളില ഏത് സന്ധിയാണ്? ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. അപ്പൊ നമുക്ക് എന്താണ്, സന്ധി പഠിച്ച ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതെന്താണ്, ലോപസന്ധിക്ക് ഉദാഹരണം. ഓക്കെ, അപ്പൊ വെള്ളില ഏത് സന്ധിയാണ്? ലോപസന്ധി. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇതൊന്നും ഒഫീഷ്യൽ നമുക്ക് എന്താണ്, ഒഫീഷ്യൽ ആൻസർ കീ വരുന്നത് വരെ ഇത് നമുക്ക് എന്താണ്, നമുക്കിപ്പോ നിലവിലുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ ഒത്തു നോക്കാനുള്ള ഒരു ആൻസർ കീ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പരീക്ഷ ഭവന്റെ ഒഫീഷ്യൽ ആൻസർ കീ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതാണ് കറക്റ്റ് ഉത്തരം എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഇതിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരാനൊന്നും പോകുന്നില്ല. 1-2 ചോദ്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് വരും. എന്നാൽ നമ്മൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടാണ് ഉത്തരങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വെള്ളിലെ ഏത് സന്ധിയാണ്? അത് ലോപസന്ധിയാണ്. ഓക്കെ, അടുത്തത് ഭക്തിയും വിഭക്തിയും എന്ന കവിത എഴുതിയതാര്? വള്ളത്തോൾ നാരായണമേനോൻ, പൂന്താനം അക്കിത്തം അച്യുതൻ നമ്പൂതിരി, പാലാ നാരായണൻ നായർ. ഇതിൽ പലപ്പോഴും പല ആളുകൾക്കും കൺഫ്യൂഷൻ ആയിട്ട് ഇപ്പൊ 3-4 ആളുകൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പിള്ളേര്. അപ്പൊ അവർ ചോദിച്ചത് വള്ളത്തോളാണോ പൂന്താനമാണോ എന്നാണ്. അപ്പൊ നമുക്കിപ്പോ നിലവിൽ കിട്ടിയ ഉത്തരം അനുസരിച്ചിട്ട് എന്താണ്, വള്ളത്തോളാണ് ഭക്തിയും വിഭക്തി എന്ന കവിത എഴുതിയിട്ടുള്ളത്. ഓക്കെ, പൂന്താനാണോ എന്നുള്ളൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. പൂന്താനത്തിനുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്, ഭക്തി വിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയാണുള്ളത്. അത് കഥയുടെ പേരല്ല കേട്ടോ ഭക്തി വിഭക്തിയും. ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് വ്യാകരണവുമായി ബന്ധപ്പെട്ട് പഴയൊരു കഥ നിൽക്കുന്നുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിയും പൂന്താനവും തമ്മിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു മത്സരമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെറിയൊരു ഒരു സംസാരത്തിന്റെ ഒരു കഥ, പണ്ടത്തെ ഒരു കഥ നിലനിൽക്കുന്നുണ്ട് എന്നല്ലാതെ പൂന്താനം അങ്ങനെ ഭക്തി വിഭക്തി എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയതായിട്ട് നമുക്ക് പൊതുവെ അങ്ങനെ അഭിപ്രായം ഇല്ല. അതുകൊണ്ട് നമ്മൾ പൂന്താനത്തെ ഒഴിവാക്കുകയാണ്. വള്ളത്തോളാണ് നമ്മൾ ഇപ്പൊ നിലവിൽ നമ്മൾ ആൻസർ ആയിട്ട് കണ്ടിട്ടുള്ളത്. മിക്കവാറും അത് തന്നെ ആവാനാണ് സാധ്യത. അത് തെറ്റാൻ സാധ്യതയില്ല. പൂന്താനാവാൻ യാതൊരു സാധ്യതയില്ല. ഓക്കെ, വള്ളത്തോൾ തന്നെ ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇപ്പൊ നമുക്ക് നിലവിൽ വള്ളത്തോൾ എന്നാണ് വിചാരിക്കുന്നത്. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉദ്ഘാടനം, 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 ഉദ്ഘാടനം. ഇതിലേതാണ്? വളരെ സിമ്പിൾ ആണ്. എന്താണ്, ഒന്നാമത്തെയാണ് ഉത്തരം, ഉദ്ഘാടനമാണ് ഉത്തരം. ഓക്കെ, അടുത്തത് ക്രിയകളെ സകർമകം അകർമകം എന്ന് വിഭജിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? പ്രാധാന്യം, സ്വഭാവം, പ്രകൃതി, അർത്ഥം. എന്താണ്, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിയകളെ സകർമകം അകർമകം എന്ന് തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നല്ല സിമ്പിൾ ആണ്. അതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മൾ എന്താണ്, ക്രിയയുടെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്ത്, ഇത് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിയകളെ സകർമകം അകർമകം, കർമ്മമുള്ളത് കർമ്മമില്ലാത്തത് എന്നുള്ള രീതിയിൽ തിരിച്ചിട്ടുള്ളത്. അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അടുത്തത് അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം സൂചിപ്പിക്കാൻ വാക്കിന്റെ അവസാനം ചേർക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേരുണ്ട്. അതെന്താണ്? പ്രത്യയം. പ്രത്യയത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവസാനമായിട്ട് ചേർക്കുന്നത്. ഓക്കെ, അടുത്തത് ഹാ പുഷ്പമേ. ഇവിടെ ഹാ എന്നത് ഏത് വ്യാകരണ വിഭാഗത്തിലാണ് പെടുന്നത്? ഗതി, ദ്യോതകം, വ്യാക്ഷേപകം, ഘടകം. അതെന്താണ്? വ്യാക്ഷേപകം. ഹാ, അയ്യോ, ആ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്, ഒക്കെ എന്താണ്, വ്യാക്ഷേപകം എന്നുള്ള രീതിയിലാണ് പെടുക. ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്ന കവിത കുമാരനാശാന്റെ വീണപൂവാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വ്യാക്ഷേപകമാണ് ഇവിടെ ഉത്തരമായിട്ടുള്ളത്. അടുത്തത് നോക്കൂ. താഴെ പറയുന്നതിൽ താലവ്യ വിഭാഗത്തിൽപ്പെടുന്ന അക്ഷരം ഏത്? ഗ, അ, ജ, ഡ. അപ്പൊ നമ്മൾ കണ്ഡ്യം, മൂർധന്യം, താലവ്യം, ദന്ത്യം, ഓഷ്ട്യം എന്നൊക്കെ പറഞ്ഞിട്ട് വസ്യം, ദന്ത്യം, ഓഷ്ട്യം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അക്ഷരമാല പഠിപ്പിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ താല വിഭാഗത്തിൽ പെടുന്നത് ഏതാണ്? ജ എന്നുള്ള അക്ഷരം. ജ, ജ. താലൂൽ, അതായത് നമ്മുടെ ഉച്ചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉച്ചാരണ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മളൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഘ എന്ന് പറയുമ്പോൾ ആ സാധനത്തിൽ നമ്മൾ അതിൽ ഉച്ചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഉച്ചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
താലവ്യം, കണ്ഠ്യം, മൂർധന്യം എന്ന് പറയുന്നത്. ഈ താലവ്യത്തിൽ പെടുന്ന അക്ഷരം ഏതെന്നുള്ളതാണ് ചോദ്യം. അതേതാണ്? ജ എന്ന് പറയുന്ന അക്ഷരമാണ് കേട്ടോ. താലവ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താലവ്യ വിഭാഗത്തിൽ പെടുന്ന അക്ഷരം ഏതാണ്? ജയാണ്. അടുത്തത്, വിദ്യയെ എന്ന പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ അറിയാം. അതിൽ വിദ്യയെ എന്ന പദം ഏത് വിഭക്തിക്ക് ഉദാഹരണമാണെന്നാണ് ചോദ്യം. അതിന് ഉത്തരം എന്താണ്? പ്രതിഗ്രാഹിക വിഭക്തിയാണ്. വിദ്യയെ എന്ന് പറയുന്നത് ഏതാണ്? പ്രതിഗ്രാഹിക വിഭക്തിയാണ് കേട്ടോ. അടുത്തത്, ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു ആദ്യം പ്രസിദ്ധീകരിച്ചപ്പെട്ട മാസിക. ജ്ഞാന നിക്ഷേപമാണ് ഉത്തരം. വിലാസിനി, വിദ്യാവിനോദിനി, ഭാഷാപോഷിണി, ജ്ഞാന നിക്ഷേപം. അതിലേതാണ്? ജ്ഞാന നിക്ഷേപമാണ് ഉത്തരം. ഇത് കുറച്ച് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചോദ്യം അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള ഒരു ചോദ്യമാണ്. അത് നമ്മളെ പരീക്ഷയുടെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ് പരീക്ഷയുടെ നിലവാരത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് തന്നെയാണ് നമുക്ക് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് കേട്ടോ. അതായത് ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു ആദ്യം പറഞ്ഞു. അതായത് അത് മലയാള സാഹിത്യമൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ഡിഗ്രി തലത്തിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. അത് സംശയമൊന്നുമില്ല. സെറ്റിന്റെയോ നെറ്റിന്റെയോ നിലവാരത്തിലുള്ള ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അടുത്തത്, തദ്ധിതത്തിന് ഉദാഹരണമായ പദം ഏത്? വെണ്മ പറയുന്നു നല്ലത് നനയുക. നമുക്ക് സിമ്പിൾ ആണ്. എന്താണ് വെണ്മ? വേറെ 3 ഓപ്ഷൻ എന്താണ്? തദ്ധിതായിട്ട് യാതൊരു ബന്ധമില്ലാത്തതിനെ കൊണ്ട് നമുക്ക് വെണ്മ എന്നുള്ളതാണ് ശരിയായിട്ട് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ചാടിപ്പോയി എന്ന ഈ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ചാടിപ്പോയി എന്ന പ്രയോഗം എന്തിനാണ് സൂചിപ്പിക്കുക? പേരച്ചം, മുൻവിനയിച്ചം, തൻവിനയിച്ചം, ഭേദകം. മുൻവിനയിച്ചാണ്. ചാടി പോയി എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? അത് മുൻവിനയിച്ചാണ്. ഇതും എന്താണ്? ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ. ഈ വരികൾ ഏത് കവിതയിലാണ്? സൂര്യകാന്തി, കരുണ, ഇന്ന് ഞാൻ നാളെ നീ, കണ്ണുനീർ തുള്ളി. നല്ല ഡെപ്തിലുള്ള ചോദ്യമാണ്. എന്താണ്? ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു കവിതയിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് എന്താണ്? ഈ പറഞ്ഞ പോലെ നെറ്റിന്റെ കറക്റ്റ് നെറ്റിന്റെ നിലവാരത്തിലുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കവികൾ വരികൾ എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്താണ്? കവികൾ വരികൾ എന്ന് പറഞ്ഞതിൽ ഏതിലെ വരികൾ എടുത്താലും നമുക്ക് കുറച്ച് ടഫാണ്. കാരണം ഇഷ്ടംപോലെ കവികളും വരികളും ഉള്ളതിനെ കൊണ്ട് നമുക്ക് എവിടെ നിന്ന് ചോദിക്കും അറിയില്ല. പൊതുവെ ആ ഒരു മേഖല തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. എന്നിരുന്നാൽ പോലും എന്താണ്, ഈ ഒരു വരികളൊക്കെ എന്താണ് അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ളതാണ്. കാരണം ഇപ്പൊ നമുക്ക് ഇടശ്ശേരിയുടെ വരികളോ ചങ്ങമ്പുഴയുടെ വരികളോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ വരിയൊക്കെ ചോദിച്ചാൽ നമ്മൾ എഴുതും. അതൊക്കെ സിമ്പിൾ സാധനമാണ്. ഇത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നന്നായിട്ട് നോക്കണം. അടുത്തത്, ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ നെറ്റ് നിലവാരത്തിലുള്ളതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നതിൽ വി ഷിനിലാലിന്റെ രചന അല്ലാത്ത കൃതിയാണ് കേട്ടോ. സമ്പർക്കക്രാന്തി, ഉടൽ ഭൗതികം, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, രാമച്ചിയാണ് ഇതിൽ ഉത്തരം. ബാക്കി 3 എന്താണ്? ഷിനിലാലിന്റെ രചനകളാണ്. രാമച്ചി ഉറൂബിന്റെയാണ്. ഓക്കെ, അതൊന്നും ഓർത്തു വെക്കാം. അടുത്തത്, ലീലാതിലകത്തിൽ മലയാള ഭാഷയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം? മലയാണ്മ, മലയാളം, കേരള ഭാഷ, ചെന്തമിഴ്. അപ്പൊ ഏതാണ്? ചെന്തമിഴ് എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഒരു കുറച്ച് ഡെപ്തിൽ പഠിക്കുന്ന ആളുകൾക്ക്, ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ പറ്റിയൊക്കെ അറിയുന്ന ആളുകൾക്ക് എന്താണ് നല്ല ഡെപ്തിൽ പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അതും നല്ല ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വായനയുടെ ഉപനിഷത്ത് എന്ന കൃതിയുടെ രചയിതാവ് വി.സി. ശ്രീജൻ, ആശാ മേനോൻ, കെ.പി. അപ്പൻ, ബാലചന്ദ്രൻ വടക്കേടത്ത്. ഇതിനുത്തരം ബാലചന്ദ്രൻ വടക്കേടത്ത്. അതും എന്താണ് അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്തത്, കലാജീവിതം തന്നെ കൃതിയുടെ രചയിതാവ്. കലാജീവിതം തന്നെ എന്ന കൃതിയുടെ രചയിതാവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. വി.സി. ശ്രീജൻ, കുട്ടിക്കൃഷ്ണ മാരാർ, സുകുമാർ അഴീക്കോട്, എസ് ഗുപ്തൻ നായർ. ഏതാണ്? കുട്ടിക്കൃഷ്ണ മാരാർ എന്ത്? കല ജീവിതം തന്നെ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ്. കല ജീവിതം തന്നെ, കുട്ടിക്കൃഷ്ണ മാരാർ കേട്ടോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ബുദ്ധിമുട്ടാതെ കാര്യം നേടുക, നീച പ്രവർത്തിക്ക് അതനുസരിച്ചുള്ള ഫലം, ധർമ്മസങ്കടത്തിൽ പെടുക, ലക്ഷ്യം പിഴക്കുക. എന്താണ് ചക്കിന് വെച്ചത്? ഇത് ഡയറക്റ്റ് ചോദ്യം, നല്ല സിമ്പിൾ ചോദ്യം. എന്നാൽ ലക്ഷ്യം പിഴക്കുക എന്നുള്ളതാണ് ചോദ്യം. അടുത്തത്, താഴെ പറയുന്നവയിൽ അതിര് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദം? അതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത അതിര് നമ്മൾ പറയില്ല. അതിർത്തി, സീമ, പരിധി, നിഖിലം എന്ന് പറയുന്നതാണ് എന്ത്? അതല്ലാത്തത്. അതിർത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? അതിരാണ്. സീമ, ആകാശ സീമ എന്നൊക്കെ പറഞ്ഞാൽ അതിര് എന്നുള്ളതാണ്. പരിധി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സംഭവം എന്നുള്ളത്. അപ്പൊ നിഖിലം എന്നുള്ളതാണ് അതിൽ ഉത്തരമായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ സാറാ ജോസഫിന്റെതല്ലാത്ത കൃതി? മാറ്റാത്തി, പാവത്തറ, ഒതപ്പ്, ആസിഡ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതാണ് ഉത്തരം? ആസിഡ് ആണ് ഉത്തരം. മാറ്റാത്തി, പാവത്തറ, ഒതപ്പൊക്കെ എന്താണ്? സാറാ ജോസഫിന്റെ കൃതിയാണ്. സാറാ ജോസഫിന്റെ മകള് സംഗീത ശ്രീനിവാസൻ എഴുതിയ പുസ്തകമാണ് ആസിഡ്. സാറാ ജോസഫിന്റെ മകൾ എഴുതിയ കൃതിയാണത് ആസിഡ് കേട്ടോ. അടുത്തത്, ശരിയായ പദം എഴുതുക. പ്രസ്താവന, വിദ്യാർത്ഥി, ആശ്ചര്യം, ദാർഢ്യം. അതെന്താണ്? ഓപ്ഷൻ സി എന്താണ്? ആശ്ചര്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. ആശ്ചര്യം.
അത് അക്ഷരത്തെറ്റ് ഇല്ലാത്ത പദമാണ് ചോദിച്ചത്. ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ എന്ന കൃതിയുടെ രചയിതാവ് ഇ എം ഫോസ്റ്റർ, ആഷർ, റിച്ചാർഡ് കൊളിൻസ്, കാൽഡ്വെൽ. ഏതാണ്? ഇ എം ഫോസ്റ്റർ ആണ്. ഓക്കെ, ഇ എം ഫോസ്റ്റർ. കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏത്? അതേതാണ്? നാട്യശാസ്ത്രം, അഭിനയ ദർപ്പണം, ഹസ്തലക്ഷണ ദീപിക, ആട്ടപ്രകാരം. ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ്. മാധവി എന്ന ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ONV-യുടെ കൃതി സ്വയംവരം, ഉജ്ജയിനി, അഗ്നിശലഭങ്ങൾ, പാതയം. ഏതാണ്? സ്വയംവരമാണ് ട്ടോ ഉത്തരം. നമുക്ക് നല്ല ലെവല് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ലേഖനം, കവിത, നോവൽ, കഥ. അതേതാണ്? കഥയാണ് ട്ടോ, കഥയാണ്. അടുത്തത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? NK ദേശം, MK മേനോൻ, PC കുട്ടിക്കൃഷ്ണൻ, AA അയ്യപ്പൻ. ഏതാണ്? MK മേനോനാണ് ട്ടോ, MK മേനോനാണ്. ഇത് നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്രിയയിൽ കർത്താവിനെ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിനെ വിശേഷിപ്പിക്കുന്നത്? നികീർണ കർത്തൃകം, കാരിതം, അകാരിതം, പ്രയോജനം. ഏതാണ്? നികീർണ കർത്തൃകാണ് ഉത്തരമായിട്ട് വരുന്നത്. നികീർണ, കർത്താവിനെ ഉള്ളടക്കം ചെയ്യുക, ക്രിയയിൽ കർത്താവിനെ ഉള്ളടക്കം ചെയ്യുന്നത് നികീർണ കർത്തൃകാണ്. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. ഈ വരികളിലെ അലങ്കാരം? ഉദാത്തം, ഉൽപ്രേക്ഷ, രൂപകം, കാവ്യലിംഗം. ഏതാണ്? ഉദാത്തം. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. അത് നമ്മുടെ ആരുടെ കഥയാണ് ഈ വരിയിൽ പറയുന്നത്? ഇത് നമ്മുടെ ഈഡിപ്പസ് രാജാവിന്റെ കഥയാണ് കേട്ടോ പറഞ്ഞത്. ഇതിൽ അലങ്കാരാണ് ചോദിച്ചിട്ടുള്ളത്, ഉദാത്തമാണ്. അത് ഈ അറിയാതെ ജനനിയെ പരിണയിച്ച യവന തരുണന്റെ കഥ എന്ന് പറഞ്ഞത് ഈഡിപ്പസ് രാജാവിന്റെ കഥയാണ് ആ വരികളിൽ പറയുന്നത്. അതിന്റെ ഉദാത്തമാണ് അതിന്റെ അലങ്കാരം. താഴെ പറയുന്നതിൽ മേയനാമത്തിന് ഉദാഹരണം? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മഞ്ഞാണ് ഉത്തരം. നമുക്കറിയാം മേയനാമം മഞ്ഞ്, വെയിൽ, കാറ്റൊക്കെയാണ് എന്ത് മേയനാമം. അപ്പൊ അതിൽ മഞ്ഞാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഘോഷി എന്നറിയപ്പെടുന്ന അക്ഷരം ഏത്? ഹ, ച, ഗ, ഹ, ക. ഏതാണ്? ഹായാണ് ഉത്തരം. അതും നല്ല ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെണ്ണ് തോൽക്കുന്നു, തോൽക്കയോ അല്ല, കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. ഈ വരികൾ ആരുടേതാണ്? ഇത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കടമ്മനിട്ടയുടെ കോഴി എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. കടമ്മനിട്ട, സച്ചിദാനന്ദൻ, ആറ്റൂർ, വയലാർ. ഏതാണ്? കടമ്മനിട്ടയാണ് കേട്ടോ. കടമ്മനിട്ടയിലെ വരികളാണ് കോഴി. അത് അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പദ്യഭാഗം വായിച്ച് 61 മുതൽ 65 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം കണ്ടെത്തുക. ഇതെന്താണ്? കവിത വായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, നമുക്കറിയാം. സന്ധ്യക്കു മാനത്തു മലർന്ന താരത്താരത്രയും കണ്ട് ചെടിച്ച കണ്ണെ കുനിഞ്ഞിടാമൊന്നിന് നിന്റെ നോട്ടം കുപ്പിക്കുള്ളിലും എത്തിയിരട്ടെ പറമ്പിലങ്ങു പകച്ചൊതുങ്ങി പാവങ്ങളെല്ലാം തുമ്പുകളൊട്ടനേകം തുലോമവറ്റിൽ പുകളിന്ന് വിത്താം തൂവൻ മലർ തെല്ലു മണഞ്ഞു നിൽപ്പു ജാതിച്ചുവട്ടിൽ ജലസേവകമേകും ജനങ്ങളെ പൂച്ചെടി കൈയനക്കി വളർത്തിടുന്നല്ലിതു പോട്ടെ ദൂരെ വലിച്ചു മാറ്റുന്നതുമുണ്ടു കഷ്ട ഉയർത്തി വെള്ളക്കുടി ഉന്മൂലനം ചെയ്യും ഉഗ്രപാണി പരാക്രമം വായിക്കുമരിക്കൊതുങ്ങി പാവങ്ങളെ തച്ചു തരിപ്പു തീർപ്പു. ഒരു സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ മീഡിയം ടു സിമ്പിൾ ആയിട്ടുള്ള ലെവലുള്ള ഒരു കവിതയാണ്. കവിതയിൽ നിന്നും ഗദ്യത്തിൽ നിന്നുള്ളത് നല്ല സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. കാരണം ബാക്കിയുള്ളതൊക്കെ കുറച്ച് ലെവൽ ചോദ്യങ്ങളായതിനെ കൊണ്ട് ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഡയറക്റ്റ് ചോദ്യമായിരുന്നു. പറമ്പിൽ ഇങ്ങിങ്ങു പകച്ചൊതുങ്ങി നിൽക്കുന്നത് ആര്? തുമ്പകൾ, താരകൾ, ജനങ്ങൾ, ഉപരിമണി. ഡയറക്റ്റ് ചോദ്യം. ഉത്തരം തുമ്പകളാണ് വരുന്നത്. ഈ കവിതയിൽ സാധു എന്ന അർത്ഥം വരുന്ന പദം ഏത്? കഷ്ടം, പരാക്രമം, പാവം, തുലം. ഏതാണ്? പാവം എന്ന് പറയുന്ന ഉത്തരം തന്നെയാണ്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജാതിച്ചുവട്ടിൽ ജലസേകമേകുന്നത് ആര്? തുമ്പകൾ, താരകൾ, ജനങ്ങൾ, ഉഗ്രപാണി. അത് ഡയറക്റ്റ് ചോദ്യമാണ്. ജനങ്ങളാണ് ഉത്തരം. സന്ധ്യക്ക് മാനത്ത് മലർന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിന്? ജനം, പാവങ്ങൾ, താരത്താര്, കവി. ഏതാണ്? താരത്താരാണ് കേട്ടോ. ഉയർത്തി വെള്ളക്കൊടി കാട്ടുപോനെ ഉന്മൂലനം ചെയ്യുന്നത് ആര്? തുമ്പകൾ, താരകൾ, ജനങ്ങൾ, ഉഗ്രപാണി. ആരാണ്? ഉഗ്രപാണിയാണ് അതിന്റെ ഉത്തരം. ഇത് ഈ 5 ചോദ്യങ്ങൾ എന്താണ്? കവിതയിൽ നിന്ന് പൊതുവെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് നല്ല 5 നല്ല എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് 100% ഉറപ്പാണ്. ഇനി നമുക്ക് ഗദ്യത്തിന്റെ ഭാഗം വായിച്ചുള്ള ഉത്തരം നോക്കാം. കഥകളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗദ്യഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. വായിക്കാൻ ഞാൻ. കഥകളിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില ചടങ്ങുകളുണ്ട്. ആദ്യമായി കേളികൊട്ട് നടത്തി ചുറ്റുപാടുമുള്ളവരെ കഥകളി ഉണ്ടെന്ന വിവരം പകലേ തന്നെ അറിയിക്കുന്നു. ചെണ്ട, ശുദ്ധമതളം, ചേങ്കില, ഇലത്താള എന്നീ 4 വാദ്യങ്ങൾ കേളികൊട്ടിനുണ്ടായിരിക്കണം. രാത്രി കളിക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ കേളിക്ക എന്ന ചടങ്ങാണ്. കേളിക്കൽ കഴിഞ്ഞാൽ തിരശീല പിടിക്കും. പാട്ടുകാർ നാട്ട എന്ന രംഗം മൂളി തോടയം എന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സ്ത്രീവേഷം വന്ന് തിരശീലകത്ത് നിന്ന് മേളക്കാരെ അഭിമുഖീകരിച്ച് ചില നൃത്തങ്ങൾ നടത്താൻ. ഇഷ്ടദേവതാ സ്തുതിപരമായ ഗാനമാണ് തോടയത്തിൽ പാടുന്നത്. തോടയം കഴിഞ്ഞാൽ 12 ശ്ലോകം ചൊല്ലുന്നു. പിന്നീട് പുറപ്പാടായി. പുറപ്പാട് കഴിഞ്ഞ് മഞ്ജുതര. ഇതിന് മേളപദം എന്ന് പറയും. കഥകളിയിലെ ചടങ്ങുകൾ ഇങ്ങനെയാണ്. ചതുർവിധാഭിനയത്തിൽ വാചികമൊഴിച്ചുള്ള അഭിനയ രീതികൾ കഥകളിയിലുണ്ട്. കൃത്രിമമായ വേഷവിധാനം കൊണ്ടുള്ള അഭിനയമാണ് ആഹാര്യം. 24 അടിസ്ഥാന മുദ്രകൾ കൊണ്ടാണ് മിക്ക പദാർത്ഥങ്ങളെയും അഭിനയിച്ച് കാണിക്കുന്നത്. ഹസ്തലക്ഷണ ദീപികയാണ് മുദ്രാഭിനയത്തിന് അവലംബമായി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ
ഇതേ ചോദ്യം ഇവിടെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഫസ്റ്റത്തെ പേജിലെങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു. ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, കഥകളി നടന്മാർ മുദ്രാഭിനയത്തിന് സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥം ഏത്? ഹസ്തലക്ഷം ദീപിക. അപ്പൊ ക്വസ്റ്റ്യൻ മുഴുവൻ ആദ്യം ഒരു വട്ടം ചോദ്യം മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം എന്ന് പറയുന്നതിന്റെ കുട്ടൻസ് ഇതാണ്. ഇതേപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇത്ര നമുക്ക് കിട്ടുന്ന. ഓക്കെ, അപ്പൊ ഈ ഒരു കഥകളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 5 നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഷാനി ടീച്ചർ എന്തോ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് നല്ല രീതിയിൽ ഒന്ന് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. ജിഷാന സാറ് ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ കേട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് എന്തോ കണക്ട് ഇതായി പോയി തോന്നുന്നു. ആ ഗദ്യ ഭാഗത്തിലെ ചോദ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ മതി. ആണല്ലേ, ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു. ഗദ്യത്തിൽ ഒന്ന് പറയാം. ഗദ്യം വായിച്ചത് കൃത്യമായി, അതിന്റെ ചോദ്യങ്ങൾ കിട്ടിക്കാണില്ല അവർക്ക്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ടീച്ചറെ ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ റേഞ്ചിന്റെ ചെറിയ പ്രശ്നം, നമ്മൾ നമ്മുടെ ഗദ്യഭാഗം വായിച്ചു. ഇനി അതിൽ നിന്നൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും എന്താ ചെയ്യാം, കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 ക്വസ്റ്റ്യനും നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അതിൽ ആദ്യത്തെ നോക്കൂ, കേളികൊട്ട് എന്ന ചടങ്ങിന്റെ ലക്ഷ്യം എന്ത്? ഇഷ്ടദേവതാസ്തുതി നടത്തുക, അഷ്ടപതി ഗാനം ചൊല്ലുക, കഥകളി ഉണ്ടെന്ന വിവരം നേരത്തെ അറിയിക്കുക, തിരശ്ശീല പിടിക്കുക. അതിൽ ഉത്തരമായിട്ട് വരുന്നത് കഥകളി ഉണ്ടെന്ന വിവരം നേരത്തെ അറിയിക്കുക. ഡയറക്റ്റ് ചോദ്യം, നമ്മൾ ആദ്യത്തെ 2-3 വരികളിൽ തന്നെ കിട്ടും. കഥകളിയിൽ അഭിനയത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന മുദ്രകൾ ഏതില്ല? 24 ഉത്തരം. അതും എന്ത് ചെയ്തു, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. താഴെ പറയുന്നതിൽ കേളികൊട്ടിനെ ഉപയോഗിക്കാത്ത വാദ്യാണ് ചോദിച്ചത്. ചെണ്ട, മൃദംഗം, ചേങ്കിലയിലത്താണ്. അതിൽ വരുന്നത് ഏതാണ്? മൃദംഗമാണ് കേട്ടോ. മൃദംഗമാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് മഞ്ജുതരക്ക് പറയുന്ന മറ്റൊരു പേര്. കേളിക്കൈ, മേളപ്പദം, തോടയം, പുറപ്പാട്. ഏതാണ്? മേളപ്പദം എന്നുള്ളതാണ്. അതും എന്താണ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കഥകളിയിൽ കൃത്രിമമായ വേഷവിധാനം കൊണ്ടുള്ള അഭിനയ രീതിക്ക് പറയുന്ന പേര്? ആഹാര്യം, സാത്വികം, വാചികം, ആംഗികം. ഏതാണ് ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്? ആഹാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും 5 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഈ 5 ചോദ്യങ്ങളും എന്താണ്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2 തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മറ്റേത് എന്താണ് കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസും കാറ്റഗറി 4ന്റെ മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം 2 കവിതയുടെ വരികൾ, 2 കവികൾ വരികൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് 2 തരം ക്വസ്റ്റ്യന്, അതിൽ ഒന്ന് കടമ്മനിട്ടയുടെ കോഴിയാണ്, പിന്നെ ഒന്ന് ഇന്ന് നാളെ നീ എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ നിന്നുള്ള ഒരു വരികളാണ്. അപ്പൊ അതെന്താണ്, അത് ആ ഒരു കോഴി ഓക്കെയാണ്, പക്ഷെ മറ്റു ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ടഫായിരുന്നു. പിന്നെ അതേപോലെ എന്താണ് വ്യാകരണ സംബന്ധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ സന്ധി, ഒരു ഒറ്റ സന്ധി മാത്രമേ ചോദിച്ചുള്ളൂ. സമാസത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല, നമ്മൾ വിചാരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും എന്താണ് മലയാളത്തിൽ ഒരു ആ പാരഗ്രാഫിൽ നിന്നും കവിതയിൽ നിന്നുള്ള 5 10 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പൊ നമ്മുടെ താലവ്യം, അതുപോലെ തന്നെ ഘോഷി, അകർമകം, സകർമകം, പിന്നെ അതേപോലെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ
കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ നെറ്റിന്റെ നിലവാരത്തിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള 4 ചോദ്യങ്ങൾ നിർബന്ധമായിട്ടുണ്ട്. അത് നമ്മളില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും ഉണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് മലയാളമൊക്കെ വായിച്ച് പഠിക്കുന്ന, മലയാളമൊക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ എന്താണ്, നമ്മൾ ചെറിയൊരു വായനയും കാര്യങ്ങളുള്ള ആളുകൾക്ക് അത് എത്തിപ്പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷയുടെ നിലവാരം ഓരോ തവണയും എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്നു. കാറ്റഗറി ഏതായിക്കോട്ടെ, ഓരോ തവണയും എന്താണ്, അതിന്റെ ഡെപ്ത് കൂടി വരിക. നമ്മൾ ഇപ്പോൾ മലയാളമൊക്കെ പഠിക്കുന്ന ആദ്യമൊക്കെ വളരെ ഉപരിപ്ലവമായ കാര്യങ്ങൾ കുറച്ച് മാത്രം പഠിച്ചു പോയാൽ മതിയായിരുന്നു കേട്ടിട്ട്, നല്ല സുഖമായിരുന്നു. കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ നമുക്ക് കേട്ടിട്ട് കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല അവസ്ഥ. ഒന്നാമത് ആളുകള് മത്സരം കൂടി. നമുക്കറിയാം LP UP ഒക്കെ വരുന്നതിനെ കൊണ്ട് നല്ല മത്സരമാണ്. മത്സരം എന്ന് പറഞ്ഞാൽ ഭീകര മത്സരമാണ് കേട്ടിട്ടൊക്കെ എഴുതാൻ. ആ മത്സരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യമൊക്കെ കുറച്ച് ആളുകളുണ്ട്, ഇപ്പൊ TTCക്കും BED-നൊക്കെയാണ് എന്ത് സീറ്റ് കിട്ടാത്ത അവസ്ഥ. ആദ്യ കാലത്ത് മെഡിക്കൽ എഞ്ചിനീയറിംഗിനൊക്കെയായിരുന്നു. അപ്പൊ അത് BED-ഉം TTC ഒക്കെ ആയി മാറി. അപ്പൊ അതിനെ കൊണ്ട് തന്നെ ആളുകൾ കൂടുന്നുണ്ട്. ആളുകൾ കൂടുമ്പോൾ നമ്മൾ മത്സരം കൂടും. മത്സരം കൂടുമ്പോൾ ചോദ്യങ്ങൾ കെടുക്കും. അപ്പൊ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് സംഭവം കിട്ടും എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ഇതിൽ കേട്ടിട്ട് ആദ്യമായിട്ട് എഴുതുന്നവരുണ്ടാവാം, ഒരുപാട് വട്ടം എഴുതുന്നവരുണ്ടാവാം, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഓക്കെ, ഇനിയൊരു ഇത് നമുക്ക് ഇതന്നെ കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ എന്താണ് ഭാഗ്യവും നിർഭാഗ്യവും പോലും അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും സാധ്യതകളുണ്ട്. അപ്പൊ പഠനം എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകും അത്യാവശ്യം നല്ല രീതിയിൽ. ഇപ്പൊ ഇത് ഈ കാറ്റഗറി ക്വാളിഫൈ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു അടുത്ത LP UP എഴുതാമെന്ന് തോന്നുന്നു. നമ്മളെ നിലവിലൊരു കണ്ടീഷൻ വെച്ചിട്ട് അപ്പൊ ഇന്നലെ LP UP നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നോക്കാം. അപ്പൊ അങ്ങനെ ഈ ഒരു കാറ്റഗറി പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ LP UP-യെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ആ ഒരു ഇതാണ് പറയുന്നത്. ഇത് എല്ലാ ടൈപ്പ് ആൾക്കാരോടും കൂടി, എല്ലാ കാറ്റഗറിക്കാരോടും കൂടിയാണ് പറയുന്നത്. അപ്പം നമ്മളെ പഠനത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ ഒത്തു നോക്കുക. പരീക്ഷാ ഭവന്റെ ഒഫീഷ്യൽ ആൻസർ കീ വരുന്നവരെ നമ്മൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ എഴുതുന്നത്. അങ്ങനെ വലിയൊരു വ്യത്യാസത്തിനൊന്നും സാധ്യതയില്ല. ഏറിപ്പോയാൽ 1 2 അങ്ങോട്ട് കൂടി തിരിഞ്ഞാൽ മാറിയാലും ആയി, അത്രേ ഉള്ളൂ. അത് മാറാൻ സാധ്യതയൊന്നുമില്ല. 99.99% ഇത് തന്നെയായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം, നന്നായിട്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു.